Aliens. അച്ചോ എന്തൊരുറക്കം മാഷേ. പൊന്നെ, അമ്മയുടെ കുഞ്ഞെ, ഈ ചൂടത്ത് എന്തിനാണ് ഈ പുതയ്ക്കുന്നത്? എടാ കുഞ്ഞപ്പാ, അമ്മയുടെ ടുണ്ടറാപ്പി, ഡാ ബാ എഴുന്നേക്ക്, ആ എഴുന്നേക്ക്, ഈ സമയമായി. ആ എഴുന്നേക്ക്. 5 മിനിറ്റ്. 5 മിനിറ്റ് ഒന്നുമില്ല, വാ. 5 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ വിളിക്കുവേ. ആ വാ വാ, നമ്മുടെ കുഞ്ഞല്ലേ, വാ. എന്തിനാന്ന് അറിഞ്ഞൂടെ? ഇല്ല, ആ എന്താണ് അറിയാത്തത്? നമുക്ക് സമ്മർ ക്യാമ്പിന് പോണ്ടേ? എനിക്ക് പോണ്ട. ദൈവമേ, പടം വരച്ച് വലിയ ആളാവാനുള്ളതാവാ. ഇന്ന് പടം വരപ്പിക്കുന്ന സാറ് വരുമ്പോ വേണ്ട. ബാ. എനിക്ക് വേണ്ട. ഇന്ന് കുഞ്ഞിന് ഇഷ്ടമുള്ളത് അമ്മ ഉണ്ടാക്കിയേക്കുന്നത്. ബാ, രാവിലെ കഴിക്കാൻ. ഇനി എൻ്റെ കയ്യിൽ നിന്ന് അടി മേടിക്കുവേ. ആ ഉറക്കം മാറിയോ? വന്നു കഴിഞ്ഞിട്ട് ക്യാമ്പിന് പോയി വന്നിട്ട് കുറേ നേരം കിടന്നുറങ്ങിക്കോ. അപ്പൊ നിനക്ക് ഉറങ്ങണ്ടല്ലോ. അപ്പൊ പോണം കളിക്കാൻ. പോയി ബാത്റൂമിലൊക്കെ പോയി പല്ലൊക്കെ തേച്ച് കുളിച്ചിട്ട് വരുമ്പോ അമ്മ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് പറയൂല, അത് വരുമ്പോ കാണാം. ഇതെന്താ നിങ്ങൾ കഴിക്കാത്തത്? കൊണ്ടുവച്ചിട്ട് ഞാൻ തന്നെ തിന്നോണ്ടിരിക്കുക. കൊള്ളാല്ലേ? നല്ലതല്ലേ? ഉണ്ടാക്കിയാണോ ഇതാ പൊന്നെ സോഫി, എനിക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല. ഇത് ഇവിടെ സ്റ്റോക്കാണ്, പിള്ളേരുള്ളതുകൊണ്ടേ ഏട്ടൻ എപ്പോഴും വാങ്ങിച്ചോണ്ട് വരും. ടേസ്റ്റ് ഉണ്ട്. ആ, ഇങ്ങനെ വിഷമിച്ചിട്ട് എന്താ കാര്യം? പക്ഷെ എന്തൊരു കഷ്ടമാണല്ലേ ഈ കലാകാരന്മാരുടെ കാര്യം. പ്രശ്നം 6 മാസം പണിയുണ്ടെങ്കിൽ 6 മാസം വീട്ടിൻ്റെ അകത്തിരിക്കണം. ഇപ്പൊ സീസണിൽ എന്ത് വർക്കുണ്ടായിരുന്നു? ഞാൻ ഇങ്ങോട്ട് തന്നെയല്ലേ ഓടി വന്നെ പൈസക്ക് മൊത്തം. അതന്നെ, ഈ പ്രാവശ്യം ഭയങ്കര കുറവായിരുന്നല്ലേ നാടകൻ. എന്തായാലും ഇവർ എന്താന്ന് ഇതൊക്കെ വിട്ടിട്ടൊന്നും ഇവർക്ക് വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റൂല. കലാകാരന്മാരുടെ പ്രശ്നം പറ്റത്തില്ല അത്. ഞാൻ നോക്കിട്ട് സുലിച്ചേച്ചി വല്ല ജോലിക്കും പോയി. അതെ, അല്ല ജോലിക്കല്ല എന്തെങ്കിലും തുടങ്ങണം. ഞാൻ പറയട്ടെ, തയ്യൽ വല്ലതും പഠിക്ക്. വീട്ടിലിരുന്ന് 2-3 ബ്ലൗസ് വെച്ചാൽ മതിയല്ലോ. തയ്യലൊക്കെ ഇനി പഠിക്കാൻ പോകുമ്പോൾ പാടല്ലേ. തയ്യൽ പിന്നെ ഇവിടെ ചേച്ചി ഉണ്ടല്ലോ, തയ്ക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിലേ ബ്യൂട്ടീഷ്യൻ കോഴ്സിന് പോകും. നല്ല കാഴ്ച, നല്ല ഐഡിയ. പുരികം പുളിക്കുന്നതിന് 50 രൂപ കൊടുക്കണം പാർലറിൽ. 50-60 ഒക്കെ ഉണ്ട് ഇപ്പം. 50 രൂപ വാങ്ങിച്ചാൽ മതി. ഒരു 5 എണ്ണം വന്നാൽ 250 രൂപയില്ലേ? അത്യാവശ്യം ഒരു ദിവസത്തേക്ക് കൂടാനുള്ളതൊക്കെ ആയി. എന്നെ കൊണ്ട് എന്നെ ത്രെഡിങ് ഒന്നും പറ്റിയൊന്നുമില്ല. അതെന്ത്, കണ്ണ് കാണത്തില്ലേ? കണ്ണും കാണത്തില്ല. ശരിയാട്ടാ, കണ്ണൊക്കെ കണ്ടില്ലെങ്കിൽ ദൈവമേ കോളമായി കഴിഞ്ഞാൽ പെണ്ണിനെ അത് ഞാനേ ഒന്നുമില്ല. എന്താ സംസാരം നടക്കട്ടെ? ഇല്ല, ഞങ്ങള് വെറുതെ. എന്താ? ഞാൻ ആ മറ്റേ വേലിയിലെ മാവില്ലേ, അതിലെ മാങ്ങയൊക്കെ മൂത്ത് നിൽക്കുക. അപ്പൊ ഒരു 8-10 മാങ്ങ പറിച്ചാലോ എന്നിങ്ങനെ. അമ്മ പറക്കി ആ, വീട്ടിൽ കൊണ്ടുപോകാനാ? ആ വെറുതെ അണ്ണകത്ത് കൊണ്ടല്ലോ, കൊണ്ടുപോയിട്ട് കുറച്ച് വൈക്കോലിൽ വെച്ച് കഴിഞ്ഞാൽ പഴിപ്പിക്കാം. പിന്നെ കുറച്ചുകൂടെ അച്ചാറിടാം. കുറച്ച് എനിക്കും കൂടെ പറിച്ചു. ആ, അത് വേണ്ടി വരുമല്ലോ. പഠിക്കാം. അവിടെ എന്തായാലും എന്താ ചർച്ചയിലാണല്ലോ അല്ലേ? നടക്കട്ടെ. ചായ വേണോ? വേണ്ട. ഞാൻ വിചാരിച്ചേ മറ്റേ ഓൺലൈനിൽ ഇപ്പൊ കുർത്തിയൊക്കെ കൊടുക്കണുണ്ടല്ലോ, അതുപോലെ എന്തെങ്കിലും ചെയ്യാം. ആ, അത് നല്ലതാ. എവിടെങ്കിലും പോയി എടുത്താ മതിയല്ലോ. കുറേ പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. അതാണ്, ഒരുപാട് ഓൺലൈൻ ബിസിനസ് ഉണ്ട് ഇത്. പക്ഷെ എല്ലാവർക്കും കച്ചവടവും ഉണ്ട്. നമ്മളെത്തി വില കുറച്ച് കൊടുത്താൽ മതി. നല്ലത് എടുക്കണം, നല്ല കളക്ഷൻ എടുത്ത്. ഡാൻസ് ക്ലാസ്സിൽ ഒരു കൊച്ചിന്റെ അമ്മ അത് ചെയ്യുന്നുണ്ട്. നല്ല പൈസയാന്ന് തോന്നണത്. പിന്നെ തങ്കവും ലില്ലിയും സൂര്യയൊക്കെ എടുക്കുമല്ലോ. ഞങ്ങളെ കണ്ടോണ്ട് തുടങ്ങാതിരിക്കല്ലേ? ഞങ്ങൾ തന്നെ വല്ലപ്പോഴും ആണ്ടിലൊരിക്കലൊക്കെ എടുക്കുന്നില്ല. എപ്പോഴെങ്കിലും ഒക്കെ എടുക്കുമല്ലോ. അത് കൊള്ളാം. അതൊന്ന് അന്വേഷിക്കുക എങ്ങനെയാണ്. ഞാൻ വേണമെങ്കിൽ ആ കൊച്ചിന്റെ അമ്മയടുത്ത് ചോദിച്ചിട്ട് പറയാം. ആ, എങ്കിൽ അത് മതി കേട്ടോ. അയ്യോ, ഞാൻ പോട്ടാ. ഇത് ചായ കുടിച്ചില്ലല്ലോ? വേണ്ട, കമ്പിച്ചേട്ടൻ ഒരു ചക്ക കൊണ്ട് വെച്ചേക്കണം, ഞാൻ അട ഉണ്ടാക്കട്ടെ. ഞാൻ സഹായിക്കാം. അല്ലെങ്കിലേ നീ അതിലാവും അടുത്ത ബഹളം. അതാ, പോയിട്ട് വരാൻ ചേച്ചി.
തങ്കം ആ എന്ത് ചെയ്യുവാ? തുണി വിരിക്കേച്ചേ. ജോലിയൊന്നും കഴിഞ്ഞില്ലേ? ആ തുണി കഴുകാനുണ്ടായിരുന്നു. കഴിഞ്ഞിനി ഇപ്പൊ ഒന്ന് കുളിക്കണം. അവിടെയോ? ഓ എന്റെ ജോലിയൊക്കെ കഴിഞ്ഞു. ആണോ? കുറച്ച് അട വേണോ? എന്തടയാ? ചക്ക 2 എടുത്തു വെച്ചേരെ. ഓക്കെ. ഇച്ചിരി കട്ടൻ ചായയും കൂടി. ശരി ശരി വായോ എന്നാ. ചോറും കറിയൊക്കെ ആയോ? എല്ലാം ആയി. എന്നാ ശരി. ആ ചെയ്യട്ടെ. പെട്ടെന്ന് വാട്ടാ. ആ ആ അമ്മ ആ ഇങ്ങോട്ട് വാ. അമ്മ ഇവിടെ തുണി വിരിക്കുന്ന. എന്തായി? ഓ വെയിലത്ത് നല്ലോണം കളിച്ചെന്ന് തോന്നണല്ലോ. പിന്നെ സമ്മർ ക്യാമ്പായിട്ട് പഠിച്ചോണ്ടിരിക്കണോ? എല്ലാത്തിനും പിന്നെ മറുപടി ഉണ്ട്. പടം വരച്ചന്ന് നോക്കട്ടെ. എന്തിന്റെ പടം വരച്ചു? ഇന്ന് മറ്റേ വീടും മരവും അങ്ങനത്തെ ഉണ്ടല്ലോ. കുഞ്ഞു വരച്ചാ? നോക്കട്ടെ. വരച്ചാ നോക്കട്ടെ. നിന്റെ കൈ കാണിച്ചേ. ഇതെന്താടാ? ഇത് ഞാൻ വീണതാ. എവിടെ വീണ്? എവിടെ വീണ്? പിള്ളേരാകുമ്പോ വീഴും കരയും എല്ലാം ചെയ്യാം. വേദന എടുത്തില്ലേ? പിന്നെ വേന എടുക്കൂലേ? എടുത്താ എന്നാ പോയി ഉടുപ്പൊക്കെ മാറുക കേട്ടാ. ബാഗ് അവിടെ എടുത്ത് വെക്കണേ. അമ്മ ഒന്ന് കുളിച്ചു കഴിഞ്ഞിട്ട് ചോറെടുത്ത് തരാം കേട്ടാ. അമ്മ ഓ ഫോൺ ബെല്ലടിക്കണ്. ആരാണാവോ? ഇത് ബെല്ലില്ലല്ലോ. ബെല്ലുണ്ട്. നേരത്തെ വിളിച്ച്. ഹലോ, ഞാൻ മിസ് കോള്. അതേ തങ്കമാണ്. അല്ല അവനങ്ങനെ ചെയ്യൂല. പിള്ളേരല്ലേ, പിള്ളേരാവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവൂലേ. ഞാൻ ചോദിച്ചു നോക്കാം. അല്ല നിങ്ങൾ ബഹളം കൂട്ടിയിട്ട് എന്താ കാര്യം? ഇപ്പൊ അവന്റെ കൈ മുറിഞ്ഞിരിപ്പുണ്ട്. അപ്പൊ ഞാൻ ആരെങ്കിലും വിളിച്ച് പരാതി പറയാൻ പറ്റുമോ? എല്ലാ ദിവസവും അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ഇന്ന് മാത്രം എന്താ വിളിച്ചതപ്പോ? ഇതൊക്കെ ഇത്ര. ഹലോ ഹലോ, എന്റെ ദൈവമേ, ഞാൻ ശരിക്കും കണ്ടു. ടക്കടോ ഇങ്ങോട്ടാ നീ. എന്തമ്മാ? നീ ഇത്ര നേരം അവിടെ സമ്മർ ക്യാമ്പ് കഴിഞ്ഞിട്ട് കുറെ നേരം ആയല്ലോ. നീ ഇത്ര നേരം എവിടെയൊക്കെ നടക്കുമായിരുന്നു? ഞാൻ പയ്യൻ നടന്ന് വരെയായിരുന്നു. എല്ലാത്തിനും മറുപടി ഉണ്ട്. നീ ഇന്ന് അവിടെ ക്ലാസ്സിൽ എന്താ ഒപ്പിച്ചത്? ക്ലാസ്സിൽ ഒപ്പിച്ച? ആ അവിടെ എന്താ ചെയ്തേന്ന്? ആരെങ്കിലും ഉപദ്രവിച്ചോ ഇന്ന്? ആരെങ്കിലും ഉപദ്രവിച്ചോ? ഇല്ല. നോണ പറഞ്ഞു ഞാൻ ചെവി ഞാൻ നുള്ളി പറിച്ചെടുക്കും. ഞാൻ ആ മാളവിക എന്ന് പറഞ്ഞ കൊച്ചിനെ നീ പിടിച്ച് പിച്ചിയോ? പിച്ചിയോ വെക്കടോ? ഞാൻ കളർ അടിക്കൊണ്ടിരുന്നപ്പോ അതോ അവള് തള്ളിയിട്ടതാ എന്നെ. നീ ആ കൊച്ചിനെ എന്ന് വഴക്കുണ്ടാക്കുന്ന പറഞ്ഞല്ലോടാ കൊച്ച്. ഞാൻ വഴക്കൊന്നും ഉണ്ടാകാത്തൊന്നുമില്ല. പിന്നെ അവര് നോണ പറയോ? ആ കൊച്ചു വരുന്നുണ്ട് ചോദ്യം ചോദിക്കാൻ വേണ്ടിട്ട് തള്ളേനെ വിളിച്ചോണ്ട്. അമ്മ ചുമ്മാ പറയുന്നത്. അമ്മ ചുമ്മാ പറയുന്നതാണോ? അമ്മ ചുമ്മാ പറയുന്നതാണോ? അവരെ ഇപ്പൊ വിളിച്ചത്. ഇത്ര നാൾ നിന്റെ ഡാഡിനെ കൊണ്ടേ കുഴപ്പമുണ്ടായിരുന്നുള്ളൂ. നിന്നെ എന്തിനാടാ വിടുന്നത്? എന്റെ ദൈവമേ, നീ മേലല്ലാവട്ടെ കേട്ടോ. ഉണ്ടോ പോക്കുണ്ടോ? അല്ല അവർ ഇത്രയും പറഞ്ഞപ്പോ ചേച്ചി ഒന്നും തിരിച്ചു പറഞ്ഞില്ലേ? പറയാനായിട്ട് അവര് സമ്മതിക്കണ്ടേ? അവര് ചെലാന്ന് ചെലച്ചോണ്ടിരിക്കുക. ഭയങ്കര സാധനമാണ്. ആടി ആ കിട്ടിയവന് ഇച്ചിരി റൗഡിയല്ലേ. അപ്പൊ അതിന്റെ ഒരു അഹങ്കാരം ഉണ്ട്. അവളോടൊന്നും ആരും ചോദിക്കൂല എന്നുള്ളൊരു.
വന്നാ എന്ത് പറയണം, പിള്ളേരാകുമ്പോ അങ്ങനെയൊക്കെയാന്ന് പറയണം. അത് ഞാൻ പറഞ്ഞവരോട്. നമ്മുടെ കൊച്ചിന്റെ കയ്യും പൊറിയില്ലേ? കൈ പോറി, പക്ഷെ അവൻ പറഞ്ഞു, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ അവന്റെ കൈ പോറി അവള് പിടിച്ച് തള്ളിയതാന്ന് പറഞ്ഞു. ഇപ്പൊ നോക്കിക്കോ, അവള് തള്ളിയത് ഉണ്ടാവൂല, ഇവൻ പിച്ചിയത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവനാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയും ചെയ്യും. പക്ഷെ നമ്മളൊന്ന് പറഞ്ഞു നോക്കി അവനോട്, അവന്റെ മുഖം പോണ കാണണമേ. എനിക്കറിയില്ല, വെക്കേഷൻ തുടങ്ങിയുള്ളൂ, ഇത് ഈ 2 മാസം എങ്ങനെ തള്ളി നീക്കൂന്നാവോ. നമുക്ക് പറയാം, പിള്ളേരല്ലേ ചേച്ചി, അങ്ങനെയൊക്കെ സംഭവിക്കും. സമ്മതിക്കൂല സ്ത്രീ. ഞാൻ ഓർക്കണത് എന്താന്നോ, എന്താ ചെയ്യണേ? അല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? അവര് പറയണ ഇവനെ എന്നും ഉപദ്രവിക്കൂന്ന്. അങ്ങനെയൊന്നും ഇല്ല, അവര് വെറുതെ പറയണതാണ്. പറഞ്ഞിരിക്കും അങ്ങനെ ഇവരുടെ അല്ലേ മോള്, പിന്നെ അവള് മോശക്കാരി ആയിരിക്കോ? എന്നും അങ്ങനെ ഉപദ്രവിക്കും ഒരു കൊച്ച്. അവനാണെങ്കിൽ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അവനെ ആര് പിച്ചി വേറൊരു കാര്യം ഞാൻ പറയാവേ, തക്കുട് ഇവിടെ കിടന്നുള്ളതുള്ളൂ, പുറത്തോട്ട് പോയാൽ അവൾ കിറുക്കിട്ട് കുത്തിയാൽ മിണ്ടത്തില്ല. അതാന്നേ ഒരു പാവമാണ് അവൻ. അപ്പൊ പിന്നെ ഇവരുടെ ഭാഗത്ത് തന്നെ ആയിരിക്കും തെറ്റ്. പക്ഷെ ഇതിപ്പോ ആരോട് പോയി പറയാനാ? ഞാനല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താലോ, അവര് വരുമ്പോഴേ ഇവിടെ ഉണ്ട് അവര് വരുമ്പോ അങ്ങ് മാറി നിന്നാലോ? അതായിരിക്കും നല്ലത്. എന്നെ കിടന്ന് എന്തായാലും പറയും, അതങ്ങ് കേൾക്കാം, അത്രേ ഉള്ളൂ. സമാധാനമില്ല. ഇതൊക്കെ ചെറിയ നിസ്സാര കാര്യമില്ല, ഇതൊക്കെ അങ്ങ് വിടാനുള്ളതിന്. എന്താ? ഇല്ല, തക്കുടൂന്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞതാ. എന്താ? ഒന്നുമില്ല എന്റെ പൊന്നമ്മാവാ, ഞാനേ കുളിച്ചിട്ട് എന്താണ്? ഒന്നുമില്ല അമ്മ, വെറുതെ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിച്ച് കാര്യം പറഞ്ഞതാ. തല്ലുപിടിച്ച് ഒന്നുമില്ലെന്ന് അവര് കളിക്കുന്ന. എന്റെ ഫോണാണ് അടിക്കുന്ന. ഒരു മിനിറ്റ് അമ്മ. അല്ല, ആരേനത്? എന്താ പറ്റി? അല്ലടി, എന്താ? എന്താ ഈ ചക്ക മൂത്തേക്കണ്, എന്റെ വീടിന്റെ ഓണറോടെ ഇട്ടോളാൻ പറ. കാക്കോത്തു ആളെ കിട്ടി കാണൂല, അതാവും. ചേട്ടാ ഇതെങ്ങോട്ട് പോയാ? ഞാനേ കൊറേ ദിവസമായി ആ വളപ്പിന്റെ ആ പുറത്തേ ഒന്ന് പോയോക്കിട്ട്, അപ്പൊ ഒന്ന് പോയോക്കിയതാ. മാങ്ങയൊക്കെ മൂത്തുങ്കിലേ ആർക്കെങ്കിലും കൊടുക്കണത്. ഒരുപാടുണ്ടോ? ഒരുപാടുണ്ടോ? പ്രാവശ്യം എല്ലാ പ്രാവശ്യമൊക്കെ മാങ്ങ കുറച്ച് കൂടുതലുണ്ടായില്ലേ. ശരി, നാട് പോയോട്ടെ. പിന്നെ ചേട്ടാ അവിടെ എന്തായി? എന്താ അറിയില്ല, മീനൊന്നും വന്നില്ലല്ലോ. പച്ചക്കറി എന്തെങ്കിലും ആയിരിക്കും കറി. അതല്ലെന്ന്, അവിടെ മറ്റേ തിരക്ക് വരുമെന്ന് പറഞ്ഞ അവര് വന്നായിരുന്നോ? തിരക്ക് വരും? ആര്? തക്കുടു ഏതോ കൊച്ചിനെ എന്തോ ചെയ്തെന്ന് വേണ്ട, അതിന്റെ അമ്മയും കണ്ട വഴക്കിന് വരുമെന്ന് വേണ്ട, തങ്കത്തിനെ വിളിച്ചു പറഞ്ഞു. തങ്കം പേടിച്ചിരിക്കുകയല്ലേ ഇവിടെ. അത് നിന്നോട് പറഞ്ഞില്ല? ചേട്ടാ അറിഞ്ഞില്ലേ അപ്പോ? കുട്ടി വികൃതി അടിച്ചു. ആരേനെ? അതോ ഒരു പെൺകൊച്ചിനെ അടിക്കുകയും കണ്ടാ ചെയ്തു. അതെ. അപ്പൊ എന്താ ഈ പെണ്ണുങ്ങളെ നമ്മളോട് പറയാത്ത? സുലോ, ഞാൻ കുറ്റം പറയാന്ന് കരുത്. ഈ ഇടയായിട്ട് ഞങ്ങളുടെ തറവാട്ടിലെ ഈ പെണ്ണുങ്ങൾ തന്നിഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങൾ ആണുങ്ങളെ മറച്ചു വെച്ചിട്ട് അവർ പെരുമാറണത്. അല്ലെങ്കിൽ വീട്ടിലൊരാൾ ചോദിക്കാൻ വരണു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അവിടെ ഒരാണായിട്ടുള്ള എന്നോട് ചോദിക്കണ്ടേ? അതെന്താ സംഭവം എന്ന് അറിയണല്ലോ. പിന്നെ അങ്ങനെ വിട്ടാൽ പറ്റും. തങ്കം, അമ്മ ചോറട്ടെ, ചക്കക്കുരി മാങ്ങയുണ്ട്. ഞാൻ നിന്റെ ചക്കക്കുരു മാങ്ങയും കൂട്ടി ചോറുണ്ണാൻ വേണ്ടിയിട്ടാണ് അവിടെ വന്ന് നിൽക്കുന്നത്. ഞാൻ എന്തിനപ്പോ ഇവിടെ വന്ന് നിൽക്കുന്നത്? ഇവിടെ കനകനും ക്ലീറ്റോയും ഇല്ലാത്തോണ്ടല്ലേ? അപ്പൊ ഇവിടെ എന്തെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അത് ആരോടാ പറയണ്ട്? ഇവിടെ ഒരു ആൺതരായ എന്നോടല്ലേ പറയണ്ട്? എന്താ പറയാതിരുന്നേ? എന്താ നീ പറയാതിരുന്ന്? അപ്പുറത്തെ വീട്ടിലെ സുലും ഇവരും പറഞ്ഞിട്ട് വേണോ ഇവിടെ നടന്നൊരു സംഭവം ഞാൻ അറിയാൻ? എന്താന്ന്? ഇപ്പൊ ഇവിടെ ഒന്നും നടന്നില്ല. ഇന്നിപ്പോ ഇവിടെ ആരോ ഒരാൾ ഇവിടെ വരുന്നു പറഞ്ഞ് നിങ്ങൾ പെണ്ണുങ്ങൾ 2 പേടിച്ചിരിക്കാന്ന് പറഞ്ഞ്. ഓ, അത് തക്കുടുവിന്റെ കാര്യല്ലേ? എന്തേ തക്കുടുവിന്റെ കാര്യം ഞാൻ അറിയണ്ടേ? അപ്പൊ അമ്മാവനോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ? അമ്മാവൻ എന്തുണ്ടായി? എന്തുണ്ട്, അവനെ ഏതോ കൊച്ചിനെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ അവ തള്ളയും മോളും കൂടി വരാൻ പോണെന്ന് പറഞ്ഞു. അത് എന്നോട് പറയണ്ടേ? അമ്മാവനോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അമ്മാവനത് പരിഹരിക്കാൻ പറ്റുമോ? ഇനിയിപ്പോ അവളെ എങ്ങനെയുള്ളോളാന്ന് അറിയില്ല. അവള് 4 ആണുങ്ങളെ കൂട്ടിയിട്ട് വരണമെങ്കിലോ അവരെ പറഞ്ഞയക്കാൻ പാടില്ല. ഞാനല്ലേ ഉള്ളൂ. അപ്പൊ അമ്മാവൻ ഇവിടെ ഉണ്ടല്ലോ, അപ്പൊ അമ്മാവനോട് അല്ല, ഇനിയിപ്പോ വേറെ വീട്ടിലൊരു പെണ്ണ് ഇവിടെ വന്നിട്ട് നിങ്ങളോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിന് പ്രതികരിക്കണ്ടേ? ഞാനല്ലേ പ്രതികരിക്കണ്ടേ? സത്യം പറയട്ടെ, ഒന്നാമത്തെ എനിക്കിത് പറഞ്ഞ് ഇത് ആലോചിക്കുമ്പോ എനിക്ക് തലവേദന എടുക്കുക. ഈ അമ്മാവനോട് പറഞ്ഞത് അമ്മാവനെ പറഞ്ഞ് മനസ്സിലാക്കി ഇനി കാര്യമില്ല. സമയമാകുമ്പോ അമ്മാവൻ ഇവിടുന്ന് മുങ്ങും, അല്ലെങ്കിൽ കാല് മാറും.
ആ കാലുമാറ്. എന്തിയല്ലേ? ഈ കുടുംബത്തെ എന്ത് പ്രശ്നം ഉണ്ടായിട്ടാണ് ഞാൻ കാലുമാറിയേക്കണ്? മിക്കവാറും എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പോഴത്തേന് അമ്മാവൻ ഒന്നല്ലെങ്കിൽ ഇപ്പുറത്തോട്ട് ചാടും അല്ലെങ്കിൽ അപ്പുറത്തോട്ട് ചാടും. ഇപ്പൊ വന്നവരുടെ കൂടെ നിന്ന് അമ്മാവൻ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും പാടല്ലേ? അത് നല്ല മിണ്ടാതിരിക്കല്ലേ? അത് ശരി. അപ്പൊ ഇവിടെ എന്ത് നടന്നാലും ഞാൻ അറിയരുത്, ഞാൻ ഇടപെടരുത് അല്ലേ? ആണ്. എന്തപ്പ ചെക്കൻ കാട്ടി? എന്റെ പൊന്നമ്മാവ് അവനെ ആ പെങ്കൊച്ചിനെ മാളവിക എന്നാറ്റെ പറഞ്ഞ പെങ്കൊച്ചു ഇവന്റെ പ്രായമുള്ളൂ എന്ന് തോന്നുന്നു. അതിനെ പിടിച്ച് പിച്ചി. എന്താ എന്റെ ചെക്കനത് പ്രാന്തുണ്ടാ? എനിക്കറിയാൻ പാടില്ല. അവന്റെ കൈയാണെങ്കിൽ ഒരേക്കർ തൊലി പോയിരിക്കുന്നു. അവൻ പറഞ്ഞ അവള് തള്ളിയിട്ടതാന്ന്. പെൺകുട്ടികൾ ഇപ്പൊ പണ്ടത്തെ പോലെ ചെക്കന്മാരെന്നല്ല. ഇന്നത്തെ കാലത്ത് ഏറ്റവും വികൃതി ഉണ്ടല്ലോ. ഈ പക്ഷെ ഇപ്പൊ പറയുമ്പോഴത്തേന് ഈ നരുന്നിന്റെ കാര്യമല്ലേ പറയുള്ളൂ. അവര് പറയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കുട്ടി അങ്ങനെ ചെയ്യില്ല. മാന്തിയിട്ടുണ്ടോ? മാന്തിയതല്ല, അത് വീണതെങ്ങാണ്ടു. ഞാൻ മുമ്പേ പറയാറില്ല, ആ ചെക്കൻ ആ ക്ലീറ്റോന്റെ പോലെ ഒരു മണഗുണഞ്ചനായ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇത് അമ്മാവന്റെ സ്വഭാവം കിട്ടിയിരുന്നു. എന്തെങ്കിലും വന്ന ഏതമ്മാവന്റെ? കനകന്റെ. അമ്മാവന്റെ സ്വഭാവമാണ്. ഞാൻ ഒരു തലമുറ കൂടി അപ്പുറത്തായില്ലേടി. കനകന്റെ പോലെയാണ്. കനകൻ ഒന്ന് വെട്ടൊന്ന് മുറി രണ്ടാം സ്വഭാവേ. അതാ കിട്ടിയേക്കണവന്. ഇതിപ്പോ വെട്ടൊന്ന് മുറി രണ്ടെന്ന് പറഞ്ഞ വേറൊരാളുണ്ട്. ആ പെണ്ണിന്റെ കെട്ടിന് ഇച്ചിരി റൗഡിത്തരം ഒക്കെ ഉള്ളതാ കൊച്ചിന്റെ അച്ഛൻ. അപ്പൊ അതിന്റെ അഹങ്കാരത്തിൽ എന്തൊക്കെയാ പറഞ്ഞത്. പിള്ളേരെ ഇങ്ങനെയാണോ വളർത്തി വിടേണ്ടത്? നാട്ടിലെ ആണുങ്ങൾ ചോദിക്കാനില്ലാത്തോണ്ടാണോ നിനക്കൊക്കെ എന്നും പറഞ്ഞോ. അത് വേണ്ട വർത്താനം പറഞ്ഞു. കനകനെ വിളിക്കാല്ലേ? ഇപ്പൊ എന്താ ഇതുകൊണ്ടാണ് അമ്മാവനോട് പറയാത്തത്. അല്ല പെണ്ണ വരുമെങ്കിൽ പ്രശ്നമില്ല. നീ പേടിക്കണ്ട, ഞാൻ ഉണ്ട് ഇവിടെ. ഞാൻ ഇടപെട്ടോളാം. അമ്മാവനെ എങ്ങനെ ഇടപെടാൻ പോണ്? ഇതേ ഞാൻ വരട്ടെ, വരുമ്പോ കാണാം എന്താ ചെയ്യേണ്ടത്. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ഇവിടെ ഉണ്ട്. ഒന്നും വേണ്ട. ഞാൻ അങ്ങോട്ടും ഒന്ന് മാറി നിന്നോളാം. എന്തിന് ഇവിടെ ഗിരിരാജുള്ളപ്പോ നിങ്ങൾ മാറിക്കണ്? വീട്ടിലാരെങ്കിലും കയറി വന്നാൽ പ്രതികരിക്കണ്ടേ? ഞാനില്ലേ ഇവിടെ? ദൈവത്തെ ഓർത്ത് പ്രതികരിക്കാൻ നിൽക്കണ്ട. ലില്ലി പറഞ്ഞു ചേച്ചി ഒന്ന് മാറി നിന്നാ മതി. അവിടെ അവര് വരുമ്പോ ചേച്ചി ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു വിട്ടാ മതി. അവരങ്ങ് പൊക്കോളും. ചേച്ചി ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു. അത് തന്നെയാ നല്ലത്. പെണ്ണുങ്ങളും ഒത്തിട്ടിരിക്കുകയാണ് അല്ലേ? എന്റെ പൊന്നെ എന്നാ എന്താണ്? ചക്കക്കുരും മാങ്ങ ചെമ്മിന് ഇട്ടിട്ടുണ്ട്. ചോറെടുക്ക്. എന്തൊക്കെ പറഞ്ഞാലും ചക്കക്കുരും മാങ്ങയും ചെമ്മീനൊക്കെ ആണെങ്കിൽ ആ നാടൻ കറിയുടെ അത്ര വേറൊരു കറി വരില്ലേ? അമ്മാവന് കുട്ടീനെ കൊണ്ടാ ഭൂതന വരുന്നുണ്ടല്ലോ. കാത്തോള്ള ഭവന. ഇത് തങ്കത്തിന്റെ വീടല്ലേ? അല്ല, തങ്കത്തിന്റെ വീട് അതാണ്. അവരെ ഒന്ന് വിളിക്കോ? എന്താ കാര്യം? അത് ഞാൻ അവരോട് പറഞ്ഞോളാം. അല്ല, അവളവിടെ ഇല്ല. അവള് പുറത്തേക്ക് പോയിരിക്കാം. ഫോൺ വിളിച്ച എടുക്കൂല്ല. ആ തിരക്കുണ്ടാവേ. എന്തോ തിരക്കുണ്ടാവും, അതിന് പുറത്ത് പോയിരിക്കാം. അവള് വൈകുന്നേരം വരുള്ളൂ. എന്താ കാര്യം എന്നോട് പറഞ്ഞോളൂ. അത് അവരടുത്ത് പറയേണ്ട കാര്യമാണ്. അത് നിങ്ങളടുത്ത് പറയാൻ പറ്റില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ കൊച്ചിന്റെ അമ്മാവനാണ്. എന്നോട് പറഞ്ഞാൽ മതി. നിങ്ങളോട് പറയാനുള്ള കാര്യമല്ല. തങ്കത്തിനെ കണ്ട് നേരിട്ട് പറഞ്ഞിട്ട് ഞാൻ പോണോളൂ. അല്ല, തങ്കം വരാൻ വൈകുന്നേരം കുട്ടിയെ. എന്നാ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തോളാം. ഇവിടെ ഇരിക്കി. അല്ല, എത്ര നേരം എന്ന് വെച്ചായിരിക്കാ? ഒരുപാട് വഴുകും ചിലപ്പോ അവള് വരാൻ. ഞാൻ എന്തായാലും അവരെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. എന്താ ഇങ്ങനെ തുറച്ചു നോക്കണത്? എന്താ കാര്യം എന്നോട് പറഞ്ഞൂടെ? പറ്റില്ല. അതെന്താ പറ്റാത്തേ? ഇത് കണ്ട? അയ്യോ, ഇതെന്ത് കടിച്ചാ? കടിച്ചതല്ല, പിച്ചേത്. ആര്? ഇവിടത്തെ തങ്കത്തിന്റെ മോയ്. തക്കുടോ? തക്കുടു അല്ലേ, കുക്കുടു. അവ അങ്ങനെ ചെയ്യാൻ വഴിയില്ലോ. അങ്ങനെ വഴിയില്ലെന്നാ. സ്കൂളിൽ പോകുമ്പോൾ സമ്മർ ക്യാമ്പിന് പോയിട്ട് വരുമ്പോഴെല്ലാം ഇവിടെയാ അവിടെയും എല്ലാം ഉണ്ട്. എല്ലാ ദിവസവും ഇത് തന്നെ. അങ്ങനെയാണെങ്കിൽ അവനോട് ചോദിക്കാലോ. അതിനെന്തിനാ തങ്കം വരാൻ കാത്തിക്കണ്? അവൻ ഇവിടെ ഉണ്ടല്ലോ. തക്കുടോ, ഇങ്ങോട്ട് വന്നേരാ. നീ കുട്ടീനെ അറിയട? നീ എന്തിനാ അവളെ പിച്ച് ചെയ്ത്? അങ്ങനൊന്നും ചോദിച്ചാൽ അവൻ പറയത്തില്ല. എന്തിനാടാ പിച്ച് ചെയ്തു കൊച്ചിനെ? ഞാൻ നീ എന്തിനാടാ ഈ കുട്ടിയുടെ അനിയത്തിനെ പിച്ച് ചെയ്ത്? ഈ കുട്ടിയുടെ അനിയത്തിനെ പിച്ചോണ്ടല്ലോ ഇപ്പൊ ഈ ചേച്ചി ചോദിക്കാൻ വന്നത് അല്ലേ? ഇതിന്റെ മോളാ. എന്റെ മോളാണ്. ഈ കുട്ടിയുടെ അമ്മയാണോ? അതെ. അയ്യോ, ശരിക്കും അമ്മേ? അമ്മേ? ഫോർന്ന് വെറുതെ എന്നെ കളിപ്പിക്കാൻ പറയാണ്.
അയ്യോ ഇല്ല, സത്യം ഇതെന്റെ മോളാണ്. അതെ, അപ്പൊ എത്ര വയസ്സായി ഉണ്ടാവും ഇപ്പോ? എനിക്ക് 38 വയസ്സ്. പോണെന്ന് കണ്ട ഒരു 22 വയസ്സ് കൂടുതൽ പറയില്ല. സത്യം പറഞ്ഞാലേ ഞാൻ ഈ കുട്ടിയുടെ ചേച്ചി കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണെന്ന് കരുതിയത് ഞാൻ. അതാ ഞാൻ. എല്ലാരും അങ്ങനെ പറയാറുണ്ട്. അതെല്ലേ? എന്നാ ഞങ്ങൾ അങ്ങോട്ട്. അങ്ങനെ പറ്റില്ല. ഈ കുട്ടീനെ നുള്ളിയിട്ട് പിന്നെ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? അയ്യോ വേണ്ട, കുട്ടികളല്ലേ, അതങ്ങ് വിട്ടേരെ. ഇവള് മോശക്കാരിയൊന്നുമല്ല. അങ്ങോട്ട് ഇവളെ നല്ല കയ്യിരിപ്പാണ് ഇവളെ കയ്യിലും. അവനെ അങ്ങോട്ട് ഞോണ്ടാൻ നിന്നിട്ടുണ്ട്. ഉണ്ടാവും. അതാ ഇനി അങ്ങോട്ട് അവന്റെ കൂടെ തല്ലു പിടിക്കാൻ ചെല്ലരുത് കേട്ടല്ലോ. വാഞ്ഞോട്ട്. നിനക്ക് എന്തായാലും മനസ്സിലായ? എടാ ഇങ്ങനെ കൊച്ചിനെ പിച്ചരുതിട്ടാ. എനിക്ക് വേനെടുത്തിട്ടാണ് ഞാൻ വെച്ചത്. ഓ എന്ത്? ഓ തങ്കം, തങ്കം. എങ്ങനെയുണ്ട്? നിങ്ങൾ എന്താ പറഞ്ഞത്? അമ്മാവൻ അറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ മനസ്സിലായില്ലേ? അമ്മാവൻ വിചാരിച്ചാലും ചിലതൊക്കെ നടക്കുന്നു. Aliens.